സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് പ്രിയപ്പെട്ടവരെ 10ഓളം വരുന്നൊരു സംഘം വന്നു. പൊതുപരിപാടികളിലൊക്കെ നമ്മളത് പറയാറുണ്ട്. 9 ആളുകൾക്ക് റസൂലുള്ള കൈ കൊടുത്തിട്ട് ബൈഅത്ത് ചെയ്തു. 9 ആളുകൾക്ക് കൈ കൊടുത്ത് ബൈഅത്ത് ചെയ്തു. ഒരാളെ ഉപേക്ഷിച്ചു. ആളുകൾ ചോദിച്ചു, ബൈഅത്ത തിസ്അ, താങ്കൾ പ്രവാചകരെ നിങ്ങൾ 9 ആളുകളുമായി ബൈഅത്ത് ചെയ്തു, വതറക്ത ഹദാ, ഇതാ ഈ കാണുന്ന മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിച്ചു, എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ബൈഅത്തു തിസ്അ, 9 ആളുകളുമായി ഞാൻ ബൈഅത്ത് ചെയ്തു, വതറക്തു ഹദാ, ഇയാളെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്, അയാളുമായി ഞാൻ ഉടമ്പടിക്കില്ല, അയാളുമായി കൈപിടിച്ചുകൊണ്ടുള്ള കരാറിന് ഞാനില്ല. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അലൈഹി തമീമ, അവന്റെ ശരീരത്തിൽ ഏലസുണ്ട്. ഗൗരവാണ്. എന്നിട്ട് നോക്കി നിന്നോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരം ഉണ്ടായിരുന്നത് പൊട്ടിക്കാൻ. ഫഅദ്ഖല യദഹു, കൈയങ്ങു ഏലസിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. ഫഖതഅഹാ, അതങ്ങു വലിച്ചു പൊട്ടിച്ചു. കൈ ഏലസിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് ഫഖതഅഹാ, അതങ്ങു വലിച്ചു പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, മൻ തഅല്ലക തമീമ, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ ഫഖദ് അശറക, അവൻ ശിർക്ക് ചെയ്തവനാണ്. നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് വന്നവരുടെ കൈത്തണ്ടയിൽ ഏലസ് കണ്ടാൽ ആ വീട്ടിലെ കേന്നമുകാരൻ പറയുന്നു, ഇത് പൊട്ടിക്കണം, ഒഴിവാക്കണം, ഉപേക്ഷിക്കണം. അത് പറയുന്നത് ഈ പറഞ്ഞ മനുഷ്യന്റെ അനിയനിഷ്ടല്ല, ജ്യേഷ്ഠനിഷ്ടല്ല, ഭാര്യയ്ക്ക് ഇഷ്ടല്ല, മക്കൾക്ക് ഇഷ്ടല്ല. അവരുടെ ഇഷ്ടമാണോ പരിഗണിക്കേണ്ടത്? അള്ളാഹുവിന്റെ ഇഷ്ടമാണോ പരിഗണിക്കേണ്ടത്? പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഇത് പറയുന്നവർ ഒറ്റപ്പെട്ടു പോകും. കദീരൂർ എന്ന് പറയുന്ന പ്രദേശത്ത് എനിക്ക് തോന്നുന്നു ഇത് പറയുന്നവർ അപൂർവങ്ങളായിരിക്കും. ആള് കുറവാ പറയാൻ, ഇത് പറയാൻ ആള് കുറവാ. അതുകൊണ്ട് വെറുപ്പുകൾ ഉണ്ടാവും, എതിർപ്പുകൾ ഉണ്ടാവും. നമുക്കവരോട് സ്നേഹം മാത്രം, അല്ലേ? നമുക്കവരോട് സ്നേഹം മാത്രം. നാളെ വരാനിരിക്കുന്ന അഗാധഗർത്തമുള്ള നരകത്തിൽ അവർ പെട്ടുപോകരുത് എന്ന് കൊതിക്കുന്നു. വിശാലമായ സ്വർഗത്തിലെത്തണം, നമുക്കും എത്തണം, അവർക്കും എത്തണമെന്ന് നാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കൊതിച്ചു പോകുന്നു. അപ്പൊ കുടുംബത്തിൽ കാണുന്ന സകലമാന തിന്മകളെയും ഇല്ലായ്മ ചെയ്യണം. അറ സംവിധാനം നിലനിൽക്കുന്ന വീട്ടിലെ ഉമ്മമാർ ഉപ്പമാർ പറയുന്നത്, അമ്മായിമ്മ പോരും അമ്മോശങ്കാക്ക പോരും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയുണ്ട്, അതൊരു സത്യാണ്. മരുമകളെ കയ്യിൽ നിന്ന് ഗ്ലാസ് പൊട്ടിയാൽ കുറ്റം പറയുന്ന ഉമ്മ, മേശപ്പുറത്ത് കേട്ടോ, മേശപ്പുറത്തുള്ള ഗ്ലാസ് തട്ടി ഉമ്മയുടെ കൈ തട്ടി നിലത്ത് വീണ് പൊട്ടിയാൽ അപ്പോഴും ഉമ്മ പറയുന്നത്, ആരാ ഇവിടെ ഈ ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ചത്, പൊട്ടിച്ചതിനല്ല കുറ്റം. അങ്ങനെ എല്ലാറ്റിലും കുറ്റം കണ്ടെത്തുന്ന ഉമ്മമാർ, ഇറങ്ങിപ്പോവിടി എന്ന് പറയുന്നവർ. മരുമകൾ തിരിച്ചു പറയുന്നു, കേട്ടോ, ആദ്യം വന്നവർ ആദ്യം പോവട്ടെ. ഉമ്മ ഇങ്ങോട്ട് വന്നതാണ്, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതില്, ശരിയാണ്. പക്ഷേ അതൊന്നും ഉണ്ടാവരുത്. ഉമ്മ, ഭാര്യയുടെ ഉമ്മ, ഭർത്താവിന്റെ ഉമ്മ സ്വന്തം ഉമ്മയെ പോലെ കാണണം. ഭർത്താവിന്റെ ഉപ്പ, ഭാര്യയുടെ ഉപ്പ സ്വന്തം ഉപ്പമാരെ പോലെ കാണണം. അങ്ങനെയുള്ളൊരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. ശിർക്കില്ലാത്ത, അന്ധവിശ്വാസമില്ലാത്ത, അനാചാരങ്ങളില്ലാത്ത, എന്തു സുഖമാണ് തൗഹീദുള്ള ഒരു കുടുംബം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വർഗത്തിലേക്ക് കൊതിക്കുന്ന ഒരു കുടുംബം. അവിടെ ഒരു മാമൂലില്ല, കല്യാണം അത്ര സിമ്പിളാണ്. പിറ്റേന്ന് സൽക്കാരല്ല. അവിടെ ഉണ്ടോ എനിക്കറിയില്ല. അടുക്കള കാണാൻ പോകും, അവിടെ ഉണ്ടോ? എന്താവനില്ലാത്ത അവിടെ എല്ലാം ഉണ്ട്. അടുക്കള കാണാൻ പോവുക. കല്യാണത്തിന്റെ പിറ്റേ ദിവസം ഒരു ടീം വലിയ വാഹനം വിളിച്ച് സൗകര്യങ്ങളായി സ്വന്തമുള്ളവർ അങ്ങനെ കുറേ ബേക്കറി സാധനങ്ങളായിട്ട് ഒറ്റപ്പോക്ക്. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഒരു അടുക്കള മാറ്റിയിട്ടുണ്ടോ? എന്നിട്ട് ഇത് ഷേപ്പ് ശരിയല്ല, കുറച്ചിങ്ങോട്ട് തിരണ്ടിയിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു ഒറ്റ സംഭവമല്ല. അവിടെ പോയി അടുക്കള പോലും കാണൂല. ആ സീറ്റ് ഔട്ടിൽ ഇരിക്കും, ഭക്ഷണം വിളമ്പും, ഡൈനിങ് ഹാളിലേക്ക് ക്ഷണിക്കും, ഏമ്പക്കം വിട്ട് തിരിച്ചു വരും. അതന്നെ അടുക്കള കാണല്. പിറ്റേ ദിവസം ഈ ടീം ഇങ്ങോട്ട് വരണം. പാവങ്ങള്, പൈസക്കാർക്ക് വിഷയമല്ല, പാവങ്ങൾക്ക് ചിലപ്പോൾ വാങ്ങാൻ കാശ് ഉണ്ടാവില്ല. ഈ കൊണ്ടുവന്ന ബേക്കറി വേറെ പാക്കറ്റിലാക്കി അങ്ങോട്ടനോട് കൊടുക്കും. അടുക്കള കാണുക അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബീബിയുടെ എന്നാണ് പറയാറുള്ളത്, ആമീനയുടെ വയറ്റിനുള്ളിലായിരിക്കെ 1-ാമത്തെ മാസം പള്ള കാണാൻ ആദം നബി വന്നു. മാലയിലുള്ളതാ, മാലക്കിതാബില്. 2-ാമത്തെ മാസം ഇദ്രീസ് വന്നു. 3-ാമത്തെ മാസം ഹൂദ് നബി വന്നു. ഇങ്ങനെ ഓരോ, ചിലപ്പോൾ ഓർഡർ തെറ്റിയിട്ടുണ്ടാവും കേട്ടോ, ഞൈമ പിടിച്ച് തൂങ്ങരുത്, ഇത് ഖുർആൻ ഹദീസ് ഒന്നുമല്ല. ഓരോ നബിമാര് വന്നു. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, പള്ള കാണാൻ പോവൽ.
ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. കേട്ടാ തോന്നും വല്ല മീറ്ററും ടേപ്പൊക്കെ ആയിട്ടാ പോയിട്ട് ഇങ്ങോട്ടൊന്ന അളന്ന് കുറച്ചുകൂടി പൊന്തിയിട്ടുണ്ട്, കുറച്ചും കൂടി വികസിച്ചിട്ടുണ്ട്. അതൊന്നല്ല. ഇതിന്റെ പേരും പറഞ്ഞ് ഇഷ്ടം പോലെ ശാപ്പാടും കഴിച്ച് തിരിച്ചു പോരുക, ഓരോന്ന് ഉണ്ടാക്കുക, ഇതിനൊക്കെ സമ്മതം കൊടുക്കുന്ന. അത് നടന്നോട്ടെ പാപ്പ. ഇനി ഓനൊരു പ്രയാസാകും, ഉമ്മ ഓലെ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടാവണ്ട, ഒരു ചൊറിച്ചിലുണ്ടാവണ്ട എന്ന് വീട്ടുകാര് ഒറിജിനൽ ആയിട്ടില്ല. അതാ പ്രശ്നം. സ്വർഗത്തിലേക്ക് പോകാനായിട്ടില്ല. സകലമാന മാമൂലുകൾക്കും എതിരാകണം നമ്മുടെ ജീവിതം. എത്ര സിമ്പിളാണ് അല്ലേ? എത്ര എളുപ്പമാണ്. ഒരു മരണം നടന്നാൽ, ഒരു ജനനം നടന്നാൽ, നോക്കൂ, എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ഇത്തരത്തിലുള്ള ഇസ്ലാം അനുവദിച്ച 2 ആഘോഷങ്ങൾ കടന്നു വന്നാൽ ഒക്കെ സിമ്പിളാണ്, എളുപ്പമാണ്. അങ്ങനെയുള്ള ഒരു കുടുംബമായി മാറാനാണ് നമ്മൾ കൊതിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, ഞാൻ വീണ്ടും പറയുന്നു, നരകത്തിലേക്ക് പോകണമെന്ന് നമുക്കാർക്കും ആഗ്രഹമില്ല. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്തോതി കൽപ്പിച്ചു നമ്മളെ. അതിന് സംവിധാനങ്ങൾ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് ആയത്തുകൾ ഇറങ്ങിയ കൂട്ടത്തിൽ വഅൻദിർ അശീറതകൽ അഖ്റബീൻ എന്ന ആയത്തിറങ്ങി. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് താക്കീത് ചെയ്യണമെന്ന ആയത്തിറങ്ങിയപ്പോ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകുടുംബങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകളെ വിളിച്ചു. എല്ലാരും വിളിച്ചു. വല്ലിപ്പമാരുടെയും ആ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ പേരെടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന, കരളിന്റെ കഷ്ണമാകുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? മോളെ, ഉപ്പാനോട് വേണമെങ്കിൽ സലൂനി മാശഇതി, നീ ഉദ്ദേശിക്കുന്നത് ചോദിച്ചോ, വാപ്പ തരാം. ഇതിന്റെ വാപ്പാന്റെ വീടാണ്. വാപ്പാന്റെ അടുത്തൊന്നും തരാൻ കൂടുതലായിട്ടില്ല. കാരണം മരിക്കുമ്പോ പണയം വെച്ചിട്ടാണ് വാപ്പ മരിക്കുന്നത്. നമ്മുടെ നേതാവ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത്. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കിക്കോ, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും, മരണസമയം അടുത്ത സമയത്ത് റസൂലുള്ള പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മിനുസമുള്ള ഒരു പുതപ്പ് എനിക്ക് പുതക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉണക്ക റൊട്ടിയല്ലാതെ സോഫ്റ്റായ റൊട്ടി എന്റെ ജീവിതത്തിൽ ഞാൻ തിന്നിട്ടില്ല. മിനുസമുള്ള ഒരു വിരിപ്പിൽ ഞാൻ അന്തി ഉറങ്ങിയിട്ടില്ല. ഒരു നേരമെങ്കിലും 63 കൊല്ലത്തിനിടയിൽ ഒരു നേരമെങ്കിലും ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ പോവാണ് ലോകത്തുനിന്ന്. നമ്മുടെ നേതാവ് പറഞ്ഞതാ, ഒരു നേരമെങ്കിലും വയറ് നിറയെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു സമയത്ത് ഭക്ഷണം കിട്ടാതിരുന്ന സമയത്ത് മറ്റുള്ള ആളുകളൊക്കെ തിന്നുന്നത് പോലെ മുൾച്ചെടികളുടെ ഇലകൾ, പച്ചിലകൾ പറിച്ച് ഭക്ഷിച്ചു. ആട് കാട്ടിക്കുന്നത് പോലെ കാട്ടിച്ചു. സ്വഹാബ കിറാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? അവിടുന്ന് പറയുന്നത് സലൂനി മാശഇതി, നീ ഉദ്ദേശിച്ചത് ചോദിച്ച മോളെ, പാപ്പ തരാം. ഈ വീട്ടിന്ന് നിനക്ക് വേണ്ടത് ചോദിച്ചോ. പക്ഷേ നാളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ, നിന്നെ രക്ഷപ്പെടുത്താൻ ഉപ്പക്ക് സാധ്യമല്ല. ഇത് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മാത്രമല്ല, എല്ലാ കുടുംബത്തെയും പേരെടുത്ത് പറയാൻ ഹദീസ് വായിക്കാൻ സമയമില്ല. ഉദാഹരണം പറയാം. യാ ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, അതിൽപ്പെട്ട ആളുകളെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അൻകിദു അൻഫുസകും, നിങ്ങളുടെ തടി നിങ്ങൾ കാത്തുകൊള്ളണം. മിനന്നാർ, നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ തുടങ്ങണം. കൂട്ടത്തിൽ മകളെ പ്രത്യേകം വിളിച്ചു, യാ ഫാത്തിമ. ഫാത്തിമ എങ്ങനെ വിളിക്കുന്നത്? യാ ഫാത്തിമത്തു, എന്റെ ഫാത്തിമ. ചില റിപ്പോർട്ടിൽ കിതഅത്തു ഖൽബി, എന്റെ ഹൃദയത്തിന്റെ കഷ്ണമേ. കിതഅത്തു കബദി, എന്റെ കരളിന്റെ കഷ്ണമേ. ഫാത്തിമ അൻകിദി നഫ്സകി മിനന്നാർ, മോളെ, നരകത്തിൽ നിന്ന് നിന്റെ തടി നീ കാത്തുകൊള്ളണം. ഫഇന്നി ലാ അംലികു ലക്കും മിനല്ലാഹി ശൈഅ, പടച്ചവന്റെ കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും ഉടമപ്പെടുത്തി വെച്ചിട്ടില്ല. അതുകൊണ്ട് മോളെ, കുടുംബത്തോടെ സ്വർഗത്തിലേക്ക്. സ്വന്തം മകളെ വിളിച്ച് പറയാ, ഉപ്പാന്റെ എന്തെങ്കിലും ചോദിച്ചോ. ആര്? ലോകം കണ്ട തങ്ങന്മാരുടെ നേതാവ്
ഏറ്റവും വലിയ തങ്ങൾ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലും വലിയൊരു തങ്ങൾ ഇനി ഒരു വടകര തങ്ങളും ഇല്ല കേട്ടോ. ഇതിലും വലിയൊരു തങ്ങളില്ല അല്ലേ? ഇവിടെ അടുത്തൊരു തങ്ങളുണ്ട്, വടകര തങ്ങള്. കല്യാണത്തിന്റെ തലേന്ന് കല്യാണം കഴിക്കാനിരിക്കുന്ന പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അനുഗ്രഹിച്ചു വിടുന്ന തങ്ങള്. നല്ല തങ്ങളാ കേട്ടോ, ഭയങ്കര തങ്ങളാ. ഈ തങ്ങന്മാരല്ല, ഇത് ഒറിജിനൽ തങ്ങളാണ് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളാ പറയുന്നത്, എനിക്ക് കഴിയില്ല നരകത്ത് നിന്ന് കാക്കാൻ. പിന്നെ ആരാ കാക്ക സഹോദരങ്ങളെ? നമ്മുടെ കൂടെ ഒരു ആലോചിച്ചോ, നബിയേക്കാൾ ഒരു വലിയ തങ്ങളുണ്ടോ? നബിനേക്കാൾ വലിയ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഔലിയ ഉണ്ടോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി നാളെ പരലോകത്തൊന്നും ഉടമപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് മോളെ ഉപ്പോനോട് ഇപ്പൊ വേണമെങ്കിൽ എന്തെങ്കിലും ചോദിച്ചോ. ഇനി വേണ്ട, ചില ആളുകൾക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടാവും ഇത് പറഞ്ഞാല്. പക്ഷെ ഹദീസ് ആയതുകൊണ്ട് ഞാൻ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാന്റെ സഹോദരൻ അബൂ ത്വാലിബ് നരകത്തിലാണ് അല്ലേ? നബിയുടെ കുടുംബാണ്, അതേ അഡ്രസ്സാണ്, ഒരേ അഡ്രസ്സ്. തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അബൂ ത്വാലിബ് നരകത്തിലാണ്. പ്രബോധനത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത അബൂ ത്വാലിബ് നരകത്തിലാണ്. നീ പറഞ്ഞോ, നീ പറയുന്നത് സത്യമാണ്, മുഹമ്മദേ നീ പറയുന്നത് ശരിയാണ് എന്ന് അവസാനം വരെ പറഞ്ഞ അബൂ ത്വാലിബ് നരകത്തിലാ. ഇബ്രാഹിം നബി സ്വർഗത്തിൽ പോകുമ്പോ ഇബ്രാഹിം നബിയുടെ ഉപ്പ ആസർ നരകത്തിലാണ് അല്ലേ സഹോദരങ്ങളെ? അല്ലേ? ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇപ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ പ്രത്യേകം ഓർക്കേണ്ട കാലമാണ്. എന്താ കാരണം? സ്വവർഗരതി ഈ മഹാഭാരതത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമയം. അതിന് അറബിയിൽ ലിവാത്ത് എന്നാണ് പറയാ. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പേര് ലിവാത്ത്, സ്വവർഗരതി. ഡെൻമാർക്കിൽ സ്വവർഗരതി ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നു. പെണ്ണിന് പെണ്ണിനെ കല്യാണം കഴിക്കാം, ആണിന് ആണിനെ കല്യാണം കഴിക്കാം. തടസ്സപ്പെടുത്താൻ പാടില്ലെന്ന് അവിടുത്തെ നിയമപാലകന്മാർ, അവിടുത്തെ ഭരണകൂടം പൊതുജനങ്ങളോട് അനുവാദം നൽകിക്കൊണ്ട് ആജ്ഞ അല്ലെങ്കിൽ ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, പുറത്തുവിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ. ഭാരതത്തിലെ കൗമാരപ്രായക്കാരും ചെറുപ്പക്കാരും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു, അതേ സ്വാതന്ത്ര്യം ഭാരതത്തിന്റെ മണ്ണിലും ആവശ്യമാണ്. പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കട്ടെ, ആണ് ആണിനെ കല്യാണം കഴിക്കട്ടെ. എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? ബാധ്യതകളില്ലാത്ത വിവാഹമല്ലേ നല്ലത്? ഇനി ആണും പെണ്ണും തമ്മിലുള്ള കല്യാണമാണെങ്കിലും ബാധ്യതകളില്ലാത്ത കല്യാണമാണ് ആവശ്യമെന്ന് ഭാരതത്തിലെ ജനങ്ങൾ ഗവൺമെന്റിനോടും കോടതിയോടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം ഒരു ജഡ്ജി പറയാണ്, പ്രായപൂർത്തി എത്തുന്നത് വരെ അത് തെറ്റാണ്. പ്രായപൂർത്തി എത്തിയവരാണ് സ്വവർഗരതിയിൽ ഏർപ്പെടുന്നതെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്ന നിയമത്തെ എടുത്തു കളയണം. അത് തെറ്റല്ല, അത് അനുവദിക്കപ്പെടേണ്ടതാണ്. ബുദ്ധിയുള്ളവരാണ് അവർ, അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. എന്ത്? ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധം, പെണ്ണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധം അത് തെറ്റാണെന്ന് പറയാൻ അല്ലേ, ഉയർന്ന വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗതയിൽ കയറി നിന്ന ഒരു ജഡ്ജിക്ക് പറയാൻ അദ്ദേഹത്തിന്റെ നാവ് വഴങ്ങുന്നില്ല. ലോകത്തെ ഈ സ്വവർഗരതി എന്താണെന്ന് പഠിപ്പിക്കാൻ, അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് പഠിപ്പിക്കാൻ കിട്ടിയ ഒരു സുവർണാവസരമായി നാം ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. കുടുംബജീവിതവും അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ ഒട്ടനവധി നിമിഷങ്ങളും തകർത്ത് കളയുന്ന ഒന്നാണ് സ്വവർഗരതി. സ്വന്തം ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലാനും അവളുമായി സല്ലപിക്കുവാനും റബ്ബ് അനുവദിച്ച, ഇസ്ലാം അനുവദിച്ച തരത്തിലുള്ള ശാരീരിക ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്നു ഒരുപാട് മനുഷ്യർക്ക് സ്വവർഗരതി എന്ന ഈ കാമഭ്രാന്ത് അല്ലേ. ഇതെന്താണെന്ന് പഠിപ്പിക്കാനും ഇതിനെ ഓർമ്മപ്പെടുത്താനുമുള്ള ഒരു പ്രത്യേക സമയമായി നിങ്ങൾ കാണേണ്ടതുണ്ട്. ഞാനത് വിശദീകരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. സമൂഹത്തെ പഠിപ്പിക്കണം, സമൂഹത്തെ ബോധ്യപ്പെടുത്തണം, സമൂഹത്തെ ഉത്ബുദ്ധരാക്കണം. വ്യഭിചാരം ചെയ്തതിന്റെ പേരിൽ ലോകത്തുള്ള ഒരു സമൂഹത്തെ ഈ ഭൂമിയിൽ നിന്ന് റബ്ബ് ഉന്മൂലനം ചെയ്തിട്ടില്ല. വ്യഭിചാരം കുറ്റമല്ല എന്ന് പറയാനല്ല, വ്യഭിചാരം ചെയ്തതിന്റെ പേരിൽ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യ വിഭാഗത്തെ പടച്ച തമ്പുരാൻ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് തുടച്ചു നീക്കിയിട്ടില്ല. പക്ഷേ സ്വവർഗരതി ചെയ്തതിന്റെ പേരിൽ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ ഭൂമിയിൽ നിന്ന് റബ്ബ് ഇല്ലായ്മ ചെയ്തു. ഗൗരവം മനസ്സിലാക്കണം, ഗൗരവം മനസ്സിലാക്കണം. പലരും ഇതിൽ ക്രൈസ്തവരുണ്ട്, ഹൈന്ദവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്.
വേശ്യകളിൽ ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്. അവർ മുസ്ലിങ്ങളല്ല. പക്ഷേ പൊതുജനങ്ങൾക്കിടയിൽ, മാധ്യമങ്ങൾക്കിടയിൽ, ദൃശ്യമാധ്യമങ്ങൾക്കിടയിൽ അവർ മുസ്ലിങ്ങളായി ചിത്രീകരിക്കും. എല്ലാ ജാതിയിലും പെട്ടവരുണ്ട്. ഞാനിത് പറഞ്ഞത് ആ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഭാര്യ നരകത്തിലാണ്, എന്നാൽ ആ പ്രവാചകൻ സ്വർഗത്തിലാണ്. ഫിർഔൻ എന്ന ലോകത്തെ വിറപ്പിക്കാൻ ശ്രമിച്ച അഹങ്കാരി നരകത്തിൽ പോകുമ്പോൾ ഭാര്യ സ്വർഗത്തിലാണ്, അല്ലേ? ഇനി ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ പലരും തെറ്റിദ്ധരിക്കൂട്ടോ. അതിന് ആദ്യം തന്നെ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ബുഖാരിയിലും മുസ്ലിമിലും വന്നാൽ നമുക്ക് വിശ്വസിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. മുസ്ലിമിൽ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ വിഷയം, ഉമ്മയുടെ വിഷയം. മറിച്ച് നോക്കി നിങ്ങൾ, കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർ നന്നായിട്ടില്ലെങ്കിൽ വാപ്പ ശരിയായതുകൊണ്ട് മക്കളെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ടതില്ല. മക്കൾ ശരിയായതുകൊണ്ട് വാപ്പയും ഉമ്മയും രക്ഷപ്പെടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? സാധ്യമല്ല. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ അങ്ങ് സ്വർഗത്തിൽ കടക്കാമെന്ന് ആരെങ്കിലും കൊതിക്കുന്നുണ്ടോ എന്ന് ഖുർആനിന്റെ ചോദ്യമാണ്. ഖുർആന്റെ ചോദ്യമാണ്. ഇവിടെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഒരാൾ ചോദിച്ചു, കേട്ടോ, യാ റസൂലല്ലാഹ് അയ്ന അബി, എൻ്റെ ഉപ്പ എവിടെയാണ്, എൻ്റെ ഉപ്പ എവിടെയാണ്? ഈ മനുഷ്യൻ ചോദിക്കുകയാണ് മരിച്ചുപോയ വാപ്പയെ കുറിച്ച്, എൻ്റെ വാപ്പയുടെ സ്ഥിതി എന്താണ്, എവിടെയായിരിക്കും എൻ്റെ വാപ്പ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ നിയമം സ്വന്തം ഇച്ഛപ്രകാരം പറയില്ല, വഹയിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുക, അല്ലാതെ പറയില്ല. ദീനിന്റെ ഒരു കാര്യം, ഈ നാട്ടിൽ പുഞ്ചിരിച്ച് കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ കണ്ടാൽ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടാണ് കിടക്കുന്നത്, അയാൾ സ്വർഗത്തിലാണെന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടോ? ഇല്ല. ഒരാൾ നരകത്തിലാണെന്ന് പറയാനുള്ള അവകാശവും നമുക്കില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാം, അള്ളാഹുവിന്റെ വഹയുണ്ടെങ്കിൽ എൻ്റെ ഉപ്പ എവിടെയാണ്? മുസ്ലിമിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് 340ാമത്തെ ഹദീസ്. എൻ്റെ ഉപ്പ എവിടെയാണ്? ഐന അബി, എൻ്റെ വാപ്പ എവിടെയാണ്? ഉത്തരം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിന്നാർ, നിന്റെ ഉപ്പ നരകത്തിലാണ്, നിന്റെ ഉപ്പ നരകത്തിലാണ്. വളരെ വിഷമത്തോടു കൂടി അയാൾ തിരിഞ്ഞു പോയി. ഫലമ്മാ ഖഫാ ദഅഹു, അയാൾ വളരെ വിഷമത്തോടു കൂടി തിരിഞ്ഞു പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഫഖാല, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന അബി, ഇന്ന അബി, തീർച്ചയായും എൻ്റെ വാപ്പ, വഅബാക, നിന്റെ വാപ്പയും ഫിന്നാർ, നരകത്തിലാണ്. എൻ്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണ്. ആരാ ഈ പറഞ്ഞത്? നമുക്ക് പറയാൻ ധൈര്യമില്ല, നമ്മൾ പറയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉപ്പയും നിന്റെ ഉപ്പയും നരകത്തിലാണ്. അപ്പൊ നബിയുടെ വാപ്പ പോലും നരകത്തിലാണെന്ന് സ്വഹീഹായ ഹദീസിൽ. അപ്പൊ നബിന്റെ വാപ്പാനെ നരകത്തിലാക്കിയിട്ട് നമുക്ക് എന്താ കിട്ടുക? ഒന്നും കിട്ടൂല കേട്ടോ. ഇത് പറഞ്ഞിറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വീട്ടിൽ ഒരാൾ നന്നായത് കൊണ്ട് മറ്റാരെങ്കിലും രക്ഷപ്പെടുമെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ തങ്ങളാകുന്ന നമ്മുടെ നേതാവ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമായിരുന്നില്ല. അള്ളാഹിനോട് നബി ചോദിച്ചു, നബി പടച്ചവനെ, ഞാൻ എൻ്റെ ഉമ്മാന്റെ ഖബറിനടുക്കൽ ചെന്ന് ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യട്ടെ. അള്ളാഹ് പറഞ്ഞു, ഉമ്മാന്റെ ഖബർ പോയി കണ്ടോ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ്റൂല. ഇമാം നബവി പറയാണ്, ഈ ഹദീസ് എനിക്ക് മനസ്സിലായത്. ആരാ ഇമാം നബവി? രണ്ടാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടാമത്തെ ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി പറയാണ്, ഈ ഹദീസ് എനിക്ക് ബോധ്യമായത്, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, മുശ്രിക്കുകളുടെ ഖബറും സത്യവിശ്വാസികളല്ലാത്തവരുടെ ഖബറും വേണമെങ്കിൽ നമുക്ക് സന്ദർശിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒട്ടനവധി മേഖലകൾ ചർച്ച ചെയ്യാനുണ്ട്, അല്ലേ? കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകണം. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ഭാര്യമാർ, ഈ ഇരിക്കുന്ന സഹോദരന്മാരുടെ ഭാര്യമാരോട്, ഇരിക്കുന്ന സഹോദരന്മാരുടെ പെങ്ങന്മാരോട്, ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും നല്ല ഉമ്മയാവുക. ഏറ്റവും നല്ല ഇരിക്കുന്ന സഹോദരന്റെ ഭാര്യ സദസ്സിലുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഭാര്യയാവുക, ഏറ്റവും നല്ല പെങ്ങളാവുക, ഏറ്റവും നല്ല ഭർത്താവുക, ഏറ്റവും നല്ല സഹോദരനാവുക, ഏറ്റവും നല്ല ഉപ്പയാവുക. ആ ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പിക്കുക. മരിച്ചുപോയ ഉപ്പയുടെ ചിത്രം വീട്ടിൽ തൂക്കിയിടാതിരിക്കുക. ഉണ്ടാവും, ചിലപ്പോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും, മലക്ക് കയറൂല അങ്ങോട്ട്. വീട്ടെ സ്വർഗത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് പോവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അനുജൻ എതിര് നിൽക്കരുത്.
ആ വീട്ടിൽ മരിച്ചുപോയ പിതാവിന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ മലക്ക് അങ്ങോട്ട് പ്രവേശിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, എന്താ പറ്റിയത്, നമുക്ക് പറ്റിയത്? ആയിഷ റളിയല്ലാഹു ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജിബ്രീൽ വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. മലക്ക് വരാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചതിക്കില്ലല്ലോ. മനുഷ്യരെ പോലെ അല്ലല്ലോ മലക്കുകൾ. എന്ത് പറ്റി നമ്മുടെ വീട്ടിൽ? ഒന്ന് പരിശോധിച്ചപ്പോ കട്ടിലിന് ചുവട്ടിൽ ഒരു പട്ടിക്കുട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പട്ടിക്കുട്ടിയെ എങ്ങനെയോ പുറത്തിറക്കി, മുറ്റത്തേക്കാക്കി. അതാ വരുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. നേരം വൈകി എത്തിയ ജിബ്രീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലയോ ജിബ്രീലേ, എന്താണ് ഇങ്ങനെ? നിങ്ങൾ വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. മലക്കുകൾ ഒരിക്കലും സമയം തെറ്റിക്കുകയില്ലല്ലോ, വാക്ക് പാലിക്കാതിരിക്കുകയില്ലല്ലോ. നിങ്ങൾക്ക് എന്തു പറ്റി? ജിബ്രീൽ കൊടുത്ത മറുപടി എന്താ? ഇന്നാ ലാ നദ്ഖുലു ബൈതൻ, ഞങ്ങൾ ഒരു വീട്ടിൽ പ്രവേശിക്കുകയില്ല. നാം ചിന്തിക്കുന്നത് നന്മക്ക് വേണ്ടിയായിരിക്കണം. നമ്മുടെ നടത്തം ഇരുത്തം ഒക്കെ നന്മക്ക് വേണ്ടിയാകണം. ഇതൊക്കെ പറയുന്ന ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു പോസ്റ്റർ കാണുക, വൃത്തികെട്ട പോസ്റ്റർ, അവ നോക്കി അന്തം വിട്ടിങ്ങ് നിൽക്കുക. അപ്പോൾ ഒരാൾ എന്നിട്ട് ബേക്കിൽ തട്ടിയാൽ എന്താ അവരെ കഥ? ഞാൻ അത്ഭുതപ്പെട്ട് ചിന്തിച്ചു പോവുകയാണ്. അല്ലേ, ഈ മാതിരി ഐഡിയ ഒന്നും അള്ളാന്റെ അടുത്ത് നടക്കൂല. ഇതൊക്കെ ഭൂമിയിൽ വെച്ച് നടത്താനേ പറ്റൂ. ആളുകളെ ചതിക്കാൻ, പറ്റിക്കാൻ, വഞ്ചിക്കാൻ. അല്ലേ, റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ സിനിമ കാണുന്നു, ഒരു വോൾവോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇട്ട കാസറ്റ് കണ്ട് രസിക്കുന്നു. പക്ഷേ ടാക്കീസിൽ പോകാൻ പറ്റില്ല, കാരണം ഞാൻ പള്ളിയിലും ഒന്നാമത്തെ സോഫിലാണല്ലോ. ആളുകൾ എന്ത് വിചാരിക്കും? ഇതാണ് നമ്മുടെ മനസ്സിന്റെ മാറ്റമെങ്കിൽ നമ്മൾ നഷ്ടക്കാരാണ്. നമ്മുടെ കുടുംബത്തിന് രക്ഷയില്ല. ഉപ്പ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ അനിസ്ലാമികമാണ് പ്രവർത്തനമെങ്കിൽ തടയാൻ മക്കൾക്ക് സാധിക്കണം നാവുകൊണ്ട്. ഉമ്മയുടെ വേഷം വൃത്തികെട്ട വേഷമാണെങ്കിൽ, ഉമ്മ നിങ്ങൾ നരകത്തിലേക്ക് പോകും ഈ വേഷവുമായി പുറത്തിറങ്ങിയാൽ, അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത് എന്ന് പറയാനുള്ള തന്റെ ഇടം മക്കൾക്കുണ്ടാകണം. സ്വന്തം ഭാര്യ അല്ലേ ഏറ്റവും നല്ല വേഷത്തോടു കൂടി പുറത്തിറക്കണം, ഇസ്ലാമിക വേഷത്തോടു കൂടി. പെണ്ണ് കാണാൻ പോവുക എന്നുള്ള ചടങ്ങ് ഇവിടെ ഉണ്ടോ? മനസ്സൂറെ ഉണ്ടോ? പെണ്ണ് കാണാൻ പോവല് 5-6 ആളൊക്കെ പോവുക. എന്നിട്ട് എന്താ ചോദിക്കുക? ഒരു ഫാഷൻ പരേഡിന് വരുന്ന പോലെ എങ്ങനെ വരും, വെള്ളം കൊണ്ട്. ഇതെല്ലാവരും ഇങ്ങനെ നോക്കും, കാല് മുതൽ തല വരെ നോക്കി. ഇവ അഭിപ്രായം ചോദിക്കുക, ഓള് പോയാൽ എനിക്ക് പറ്റിയിട്ടുണ്ടോ? എന്താ ഇവർക്ക് എല്ലാവർക്കും കൂടി കെട്ടിക്കാനാ? ഇവളോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടാണ് കല്യാണം. ഇസ്ലാമികമല്ല. കാണിച്ചു കൊടുക്കേണ്ടത് വിവാഹം അന്വേഷിക്കുന്നവന് മാത്രമാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എല്ലാം തെറ്റിയിരിക്കുന്നു, എല്ലാ റൂട്ടും തെറ്റിയിരിക്കുന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ് മുതൽ കേട്ടോ തിരുത്തേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. പെണ്ണ് അത്യാവശ്യം ആളുകൾ കണ്ട മോശ അഭിപ്രായം പറയുന്നത് എന്റെ ഭാര്യനെ എന്ന് വിചാരിച്ച് ശരീരമൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഓപ്പൺ ടൈറ്റ് പർദ്ദകളും ചുരിദാറുകളും ഒക്കെ ഇട്ട് പുറത്തിറക്കുന്നവരുണ്ട്. പക്ഷേ നാട്ടുകാരിൽ നിന്ന് ചിലപ്പോൾ നിനക്ക് നല്ല അഭിപ്രായം കിട്ടിയേക്കാം. പടച്ചവന്റെ കോടതിയിൽ നീ നഷ്ടക്കാരനാകും, അള്ളാഹുവിന്റെ കോടതിയിൽ നീ നഷ്ടക്കാരനാകും. അതുകൊണ്ട് എൻ്റെ ഭാര്യ തന്നെ സ്വർഗത്തിലുണ്ടാകണം എൻ്റെ കൂടെ, എൻ്റെ മക്കൾ തന്നെ എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാവണം. ഞാനിതൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ തമാശയ്ക്ക് വേണ്ടി പറയല്ല. ഒരുത്തൻ ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഈ നിസ്കാരമൊക്കെ നിർത്തുകയാണ് എന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. എങ്ങനെയോ സഹിച്ചു പോവുക ഈ പെണ്ണിനെയും കൊണ്ട്. ഇവിടെ ഈ സ്വർഗത്തിൽ ഇവിടെ തന്നെയാണെങ്കിൽ നടക്കൂല ഈ പരിപാടി. എൻ്റെ കുടുംബജീവിതത്തിൽ തകരാറുണ്ട്, കുടുംബജീവിതം ആകെ തകർന്നിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഒരു തമാശയായിരിക്കും ചിലപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞത്, രസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും അങ്ങനെ ജീവിക്കുന്നില്ല, പടച്ചവനെ പേടിക്കുന്നില്ല, പരസ്പരം ഉപദേശിക്കുന്നില്ല, വിട്ടുവീഴ്ച ചെയ്യുന്നില്ല, പൊറത്തു കൊടുക്കുന്നില്ല, മാപ്പ് കൊടുക്കുന്നില്ല. ഇങ്ങനൊരു ജീവിതം മുന്നോട്ട് പോകാം, നമുക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഞാൻ ആകെ പറഞ്ഞതിൻ്റെ ചുരുക്കം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. കുടുംബം തുടക്ക സമയത്ത് തന്നെ ദീന് പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ എല്ലാ നീക്കവും. ഒരു ബിസിനസ്സും അള്ളാഹുവിൻ്റെ പിന്നെ ഖുർആനും തമ്മിലുള്ള സമരമുണ്ടെങ്കിൽ ആ ബിസിനസ് ഒഴിവാക്കി അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിക്കണം. നമ്മുടെ വിവാഹ സമയത്ത്, അന്വേഷണ സമയത്ത് ഷിർക്കും തൗഹീദും തമ്മിലുള്ള പോരാട്ടമാണെങ്കിൽ ആ ഷിർക്ക് ഉപേക്ഷിച്ച് തൗഹീദ് സ്വീകരിക്കാൻ തയ്യാറാകണം. അങ്ങനെ എല്ലാ നിലക്കും ഓരോ സ്റ്റെപ്പിലും അള്ളാഹുവിനെ കൂടുതൽ ഓർക്കാൻ സാധിക്കുന്ന ജീവിതമാകട്ടെ നമുക്ക് ലഭിക്കേണ്ടത്, അല്ലെ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ പോലെ, അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെ പോലെ രാവിലെ വീട് വിട്ടിറങ്ങുമ്പോൾ, ജോലിക്കിറങ്ങുമ്പോൾ കുട്ടിക്ക് തീരെ സുഖമില്ല. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അതാ ആ മഹദി പറയുന്നു,
എവിടെ കുഞ്ഞ് എന്ന ചോദ്യത്തിന് സലാം പറഞ്ഞു. കുഞ്ഞവിടെ സുഖമായി ഉറങ്ങുകയാണ്, സുഖമായി ഉറങ്ങുകയാണ്. സഹോദരങ്ങളെ, ഇത്ര നല്ല ഈമാനുള്ള ഒരു പെണ്ണ് ഈ സദസ്സിലുണ്ടാവോ, ലോകത്തുണ്ടാവോ? ഇനി കുഞ്ഞ് സുഖമായി ഉറങ്ങാണ് എങ്കിൽ കുളിക്കാനുള്ള വെള്ളം കൊടുത്തു, കുളിച്ചു. ഭക്ഷണം വിളമ്പി കൊടുത്തു, ഭക്ഷണം കഴിച്ചു. കിടക്കാനുള്ള സൗകര്യങ്ങളും വിരിപ്പുകൾ ഒരുക്കി കൊടുത്തു, കിടന്നു. തൻ്റെ ഭാര്യയുമായി ഇസ്ലാം അനുവദിച്ചിട്ടുള്ള, റബ്ബ് അനുവദിച്ചിട്ടുള്ള ഒരു സല്ലാപവും രീതിയും ഉണ്ടല്ലോ, അതൊക്കെ നടപ്പിലാക്കി. എന്നിട്ട് ഭാര്യ ചോദിച്ചു, അയൽവാസിയുടെ വീട്ടിൽ നിന്നൊരു സാധനം കടം വാങ്ങിക്കൊണ്ടുവന്നാൽ നമ്മൾ സമയമായാൽ തിരിച്ചു കൊടുക്കണ്ടേ? ഭർത്താവ് ചോദിക്കുന്നു, എന്ത് ചോദ്യമാണിത്? അതിൽ ആർക്കാ സംശയമുള്ളത്? തിരിച്ചു കൊടുക്കണം. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കുമായി റബ്ബ് കടമായി ഒരു പരീക്ഷണമായി തന്ന നമ്മുടെ കുഞ്ഞിനെ പടച്ചതമ്പുരാൻ തിരിച്ചു വിളിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് ഈ മനുഷ്യൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ കോടതിയിൽ പ്രശ്നമെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ചുമലിൽ തട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ എത്ര നല്ല ഭാര്യയാണ്, നിന്റെ സഹധർമ്മിണി എത്ര നല്ല സഹധർമ്മിണിയാണ്. മരിച്ചു കിടക്കുന്ന കുഞ്ഞ്, ക്ഷീണിച്ച് ജോലി കഴിഞ്ഞ് കൂലിപ്പണി കഴിഞ്ഞ് വരുന്ന ഒരു മനുഷ്യനോട്, വ്യാപാരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന, കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭർത്താവിനെ വിഷമിപ്പിക്കരുതെന്ന് വിചാരിച്ച് കുഞ്ഞുറങ്ങുകയാണെന്ന് താൽക്കാലികമായ ഒരു കളവല്ലാത്ത രൂപത്തിൽ കുഞ്ഞ് സുഖമായി കിടക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ടോ ഭക്ഷണം വിളമ്പി കൊടുത്തു, കുളിക്കാൻ വെള്ളം കൊടുത്തു, ഭക്ഷണം വിളമ്പി കൊടുത്തു. ശാരീരിക ബന്ധം പോലും സ്ഥാപിച്ചിട്ടാ പറഞ്ഞത്, ഭർത്താവിനെ വിഷമിപ്പിക്കരുത് എന്ന് വിചാരിച്ചിട്ട്. ചുമലിൽ തട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ അന്നുണ്ടാക്കിയ ബന്ധത്തിലൂടെ റബ്ബ് നിങ്ങൾക്ക് സ്വാലിഹായ ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഹൻസാ തന്റെ മക്കളെ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കയറ്റി വെച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ അള്ളാഹുവിന്റെ യുദ്ധഭൂമിയിലേക്ക് നീങ്ങിക്കോ. ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് കയറാൻ പറ്റാത്ത ഏറ്റവും ചെറിയ കുട്ടിയെ എന്ന് പറഞ്ഞാൽ 4 മക്കളിൽ ഏറ്റവും ഇളയവനെ കുതിരപ്പുറത്ത് കയറ്റി വെച്ചിട്ട് ധൈര്യമായി കയ്യിൽ വാള് കൊടുത്തിട്ട്, ഇസ്ലാം യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല, പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിർബന്ധിതമായ സാഹചര്യത്തിൽ യുദ്ധമുണ്ടായിരിക്കുന്ന വേളയിൽ കയ്യിൽ വാള് കൊടുത്തിട്ട് മകനെ താങ്ങി പിടിച്ച് കുതിരപ്പുറത്ത് കയറ്റിയിരുത്തി യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. 4 മക്കളും തലയറ്റ് വീണ് കിടക്കുകയാണ് യുദ്ധഭൂമിയിൽ. ഹൻസ യുദ്ധഭൂമിയിലെത്തി. ആളുകൾ പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട. പക്ഷേ ഹൻസ വന്നു. മക്കളെ നോക്കി, തെറിച്ചു കിടക്കുന്ന തലയിലേക്ക് മാറി മാറി നോക്കി, ആകാശ ലോകത്തേക്ക് കണ്ണുയർത്തി, കൈകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട്, അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഹാദൽ ഖത്ൽ. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ മക്കളെ ഇങ്ങനെ കൊല ചെയ്തു, പടച്ചതമ്പുരാനെ എന്റെ മക്കളെ ഇങ്ങനെ കൊലപ്പെടുത്തിയ നാഥ, നിനക്ക് സർവസ്തുതി, നിനക്ക് സർവസ്തുതി. ഇവർ കുടുംബത്തോടെ സ്വർഗത്തിലേക്കാണ്, ഇവർ കുടുംബത്തോടെ സ്വർഗത്തിലേക്കാ. എന്റെ മക്കളെ റബ്ബേ, നിന്റെ മാർഗത്തിൽ തിരിച്ചു വിളിച്ച് 4 മക്കളുടെയും തല അരിഞ്ഞ് ശത്രുക്കൾ ഇതാ പരത്തിയിട്ടിരിക്കുകയാണ്. ഈ തലയിലേക്ക് നോക്കി പൊട്ടിക്കരയാതെ, ആർത്തട്ടഹസിക്കാതെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കണ്ണുകൾ ഉയർത്തി, കൈകൾ ഉയർത്തി, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, റബ്ബേ നിനക്ക് സർവസ്തുതി, നാദാ നിനക്ക് സർവസ്തുതി എന്ന് പ്രഖ്യാപിച്ച ഈ മഹദികൾ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ, കുടുംബത്തോടെ പോകാൻ എന്തുണ്ട് നമ്മുടെ കയ്യിൽ? എന്തുണ്ട് സഹോദരങ്ങളെ? യുദ്ധക്കളത്തിൽ കാലറ്റുപോയി മരിച്ചിട്ടില്ല, ഒരു കാലറ്റുപോയി മരിച്ചിട്ടില്ല. ശത്രുക്കൾ മറുകാല് വെട്ടിയിട്ടില്ല, ശത്രുക്കൾ പിരിഞ്ഞു പോയിരിക്കുകയാണ്. എല്ലാ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ഓരോന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ മനുഷ്യൻ അറ്റുപോയ കാല് തെരഞ്ഞു പിടിച്ചു. ഈ സഹാബി അറ്റുപോയ കാല് തെരഞ്ഞു പിടിച്ചിട്ട് ആ കാല് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, അറ്റുപോയ കാല് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, പടച്ചവനെ നീ കാണുന്നുണ്ടല്ലോ, നീ സാക്ഷിയാണല്ലോ. ശത്രുക്കളോട് പറഞ്ഞു, ശത്രുക്കളെ, നിങ്ങൾ എൻ്റെ ഒരു കാല് മാത്രമാണ് വെട്ടിയത്, രണ്ടാമതൊരു കാല് കൂടി നിങ്ങൾ വെട്ടിയിരുന്നുവെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിന് വേണ്ടി എനിക്ക് വേണ്ടി സംസാരിക്കാൻ മുറിഞ്ഞുപോയ 2 കാലുണ്ടാകുമായിരുന്നു. നിങ്ങൾ എന്തേ 2 കാലും വെട്ടാതിരുന്നത്? ഒറ്റക്കാല് മാത്രമാണ് എനിക്ക് സാക്ഷി പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ശുക്രർപ്പിക്കുന്ന സഹാബി വര്യന്മാർ. ഇവർ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ, കുടുംബത്തോടെ പോകാൻ. എൻ്റെ കുടുംബിനി മുക്മിനത്താണോ? എൻ്റെ മക്കൾ മുക്മിനീങ്ങളാണോ? എൻ്റെ മകൾ കോളേജിലേക്ക് പോകുന്നത് ഇസ്ലാമിന്റെ വേഷത്തോടു കൂടിയാണോ? അവിടെ നടത്തവും ഇരുത്തവും സംസാരവും നോട്ടവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലാണോ? എന്റെ പ്രായപൂർത്തിയെത്തിയ മകനെ ഞാൻ പറഞ്ഞിട്ട് എന്തേ പിടിച്ചിട്ട് കിട്ടാത്തത്? ഞാൻ പറഞ്ഞിട്ട് എന്തേ അവൻ അനുസരിക്കാത്തത്? എന്റെ അടുക്കൽ വല്ല പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ടോ? അല്ല, തിരുത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ? തിരുത്തി മുന്നോട്ട് പോകാൻ റബ്ബിന്റെ സഹായം കിട്ടുമല്ലോ. റബ്ബിനോട് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം.
അല്ലേ? നാഥനോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ സഹോദരങ്ങളെ. സുമയ്യ റളിയല്ലാഹു അൻഹയെ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ഓരോ കുടുംബിനെയും ഓർക്കണം, ഓരോ ഉമ്മയും ഓർക്കണം. നിങ്ങൾക്ക് മാതൃകയാണ് ആ സംഭവം, കേട്ടുമടുത്ത സംഭവമാണ്. പക്ഷെ ഞാൻ അവസാന ഘട്ടത്തിൽ ഇതുകൂടി ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ആലോചിക്കാനാണ്. ഞാൻ എന്ത് ചെയ്തു ഈ ദീനിന് വേണ്ടി, എന്റെ കുടുംബത്തെ നന്നാക്കാൻ വേണ്ടി, എന്റെ ഭർത്താവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, എന്റെ മക്കളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി, നാവ് കൊണ്ട്, തൂലിക കൊണ്ട്, പണം കൊണ്ട്, ശരീരം കൊണ്ട്, എന്റെ വീട്ടിന്റെ ഈ കുടുംബാന്തരീക്ഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആലോചിക്കാനാ പറയുന്നത്. ഈത്തപ്പനയിൽ കെട്ടിയിട്ടു, അല്ലേ? ചുട്ടുപടിത്ത കമ്പികൾ കൊണ്ടുവന്നു. സുമയ്യ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് നീ മാറണോ, അല്ല അതിൽ തന്നെ ഉറച്ചു നിൽക്കണോ? സുമയ്യ റളിയല്ലാഹു അൻഹയുടെ മറുപടി നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്തായിരുന്നു? ചുട്ടുപടിത്ത കമ്പി കാണിച്ചിട്ട് പറഞ്ഞു, ഈ കമ്പി നിന്റെ നാഭിയിലൂടെ കുത്തി മറുഭാഗത്ത് പ്രത്യക്ഷപ്പെടുത്തും. അതുകൊണ്ട് ഈ കമ്പി നിന്റെ ശരീരത്തിൽ കുത്തണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല. മുഹമ്മദിന്റെ സബീല് നീ വിട്ടിരിക്കുന്നു, മാർഗം വിട്ടിരിക്കുന്നു എന്ന് ഉറക്കെ പറയുക. സുമയ്യ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇല്ല, സാധ്യമല്ല. നിങ്ങൾ ഏൽപ്പിക്കുന്ന ഈ കമ്പിയും ചൂടും ഒക്കെ വെച്ച് നോക്കുമ്പോ, റബ്ബിന്റെ നരകത്തെ വെച്ച് നോക്കുമ്പോ, ഈ കമ്പിയുടെ ചൂടും ഈ കമ്പിയും ഒന്നും ഒരു പ്രശ്നമേ അല്ല. നാളെ വരാനിരിക്കുന്ന നരകത്തിൽ തലയോട്ടികൾ ഉരുകിയലിക്കുന്ന, അല്ലേ, ഹൃദയാന്തരത്തിലേക്ക് തീ ഒളിഞ്ഞു നോക്കുന്ന, എത്തി നോക്കുന്ന, തൊലി നഷ്ടപ്പെട്ടാൽ അടുത്ത തൊലി തരുന്ന, ഒരിക്കലും മരണമില്ലാത്ത, ജീവിതമില്ലാത്ത ശാശ്വതമായ ഒരു നരകമാണ് നാളെ വരാനിരിക്കുന്നത്, അല്ലേ? ആ നരകത്തെ വെച്ച് നോക്കുമ്പോ ഈ കമ്പിയും ചൂടും ഒന്നും ഒരിക്കലും പ്രശ്നമല്ല. ശത്രുക്കൾ ആ കമ്പി എടുത്ത് സുമയ്യ റളിയല്ലാഹു അൻഹയുടെ നാഭിയുടെ കുത്തിക്കയറ്റുന്ന സമയത്ത്, അതിന്റെ തുടക്ക സമയത്ത് ചോദിച്ചു, പിൻവലിക്കാൻ ഞങ്ങൾ റെഡിയാണ്, നിനക്ക് വേണമെങ്കിൽ ഒരു കൊട്ടാരം പണിതു തരാൻ ഞങ്ങൾ തയ്യാറാണ്, മാറിക്കോ. ഇല്ല, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് ശത്രുക്കൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ കമ്പി അവർ കുത്തിക്കയറ്റി. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ മുന്നിലൂടെ പ്രവേശിപ്പിച്ച കമ്പി മറുഭാഗത്ത് കണ്ടു. ചോര വാർന്നൊലിച്ച് പിടഞ്ഞ് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശക്തി കുറച്ച് പറഞ്ഞ് സുമയ്യ റളിയല്ലാഹു അൻഹ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ആ ഉമ്മമാർ പോകുന്ന സ്വർഗലോകത്തേക്ക് പോകാൻ കരുത്തുള്ള ഉമ്മമാരാണോ ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നത്? ആലോചിക്കണം. ഞാൻ അതിനെന്ത് ചെയ്തു? എൻ്റെ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഈ കതിരൂർ പ്രദേശത്തുള്ള ആളുകൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണമെന്ന് തീരുമാനിച്ചത് ഈ നാട്ടുകാരോട്, കൂട്ടുകുടുംബങ്ങളോട്, ബന്ധുമിത്രാദികളോട് നിങ്ങൾ ചെയ്യുന്ന ദഅവത്താണ്. ഇത് തുടരണം, നിർത്താൻ പാടില്ല. ഈ നാടിനോട് ചെയ്യുന്ന സേവനമാണിത്, അല്ലേ? നടന്നു പോകുന്ന ഒരു മനുഷ്യനോട് അവിടെ ഒരു പൊട്ടക്കിണറുണ്ട്, അന്ധനായ ഒരു മനുഷ്യനോട് അവിടെ അഗാധഗർത്തമുള്ള കുടിയുണ്ട് എന്ന് വിളിച്ചു പറയുന്നത് പോലെ, നരകാഗ്നിയിലേക്ക് നടന്നു പോകുന്ന ഉമ്മയോട്, ഉപ്പയോട്, ചേട്ടനോട്, അനുജനോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, അയൽവാസികളോട് പോവല്ലേ, അത് ചെയ്യല്ലേ, ഏലസ് കെട്ടല്ലേ, ഉറുക്കും മന്ത്രവുമായി മുന്നോട്ട് പോകല്ലേ, ഇല്ലാത്ത സ്വലാത്ത് ചൊല്ലല്ലേ, ഇല്ലാത്ത ദിക്ർ ചൊല്ലല്ലേ, ഇല്ലാത്ത വിശ്വാസങ്ങൾ ദീനിലേക്ക് കൊണ്ടുവരല്ലേ എന്ന് പറയുന്നത് ആന്തനായ മനുഷ്യനോട് വിളിച്ചു പറഞ്ഞ പോലെ, നരകാഗ്നിയിലേക്ക് നടന്നു പോകുന്ന എന്റെ ബന്ധുമിത്രാദികളുടെ ഊരക്കെട്ട് പിടിച്ച് വലിച്ച് പോകല്ലേ എന്ന് പറയുന്നതിന് തുല്യമാണ്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് സംഘടിപ്പിച്ചവരെ, റബ്ബ് നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ പ്രദേശത്തെ ആദ്യത്തെ പ്രോഗ്രാം ആണെങ്കിൽ ഇതൊരു തുടക്കമാവട്ടെ. അല്ല, ഇതിനു മുമ്പും പരിപാടികൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു ശക്തി ലഭിച്ചുകൊണ്ട് സക്രിയമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. എന്റെ കുടുംബത്തിലെ ഓരോ അംഗവും സ്വർഗത്തിലെത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്റെ കുടുംബത്തിലെ ഓരോരുത്തരും നമസ്കാരം നിലനിർത്തുന്നവരാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഏറ്റവും നല്ല ഭാര്യ ആരാണെന്ന് ചോദിച്ചപ്പോ ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിന്റെ മുഖത്തേക്ക് വെള്ളം തെളിച്ച് ജമാഅത്തിന്റെ സമയത്ത് പള്ളിയിലേക്ക് പറഞ്ഞയക്കുന്ന പെണ്ണ് എന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കതിരൂർ പ്രദേശത്തെ ഓരോ പെണ്ണും അങ്ങനെയുള്ള പെണ്ണായി മാറട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുക. അതിനെ നമുക്ക് ഈ സമയം ഉപയോഗപ്പെടുത്തേണ്ടത്. സഹോദരങ്ങളെ, ജമാഅത്തിന് പള്ളിയിലെത്തണം. അന്ധനായ ഒരാൾ പോലും പള്ളിയിലെത്തണം. സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് വീട്ടിൽ നിന്ന് നിസ്കാരമില്ല. പുരുഷന്മാർക്ക് വീട്ടിൽ നിന്ന് നമസ്കാരമേ ഇല്ല. ഫർള് ജമാഅത്ത് നമസ്കാരമല്ല. പിന്നെ ഇവിടുന്ന് പള്ളിയിൽ രോഗിയല്ലെങ്കിൽ യാത്രക്കാരനല്ലെങ്കിൽ പള്ളിയിലെത്തണം. നിർബന്ധമാണ്. വീട്ടിൽ നിസ്കരിച്ചാൽ പോരാ. പെണ്ണുങ്ങൾ മനസ്സിലാക്കിക്കോ. സുബൈക്ക് നല്ല തണുപ്പുണ്ട്, അല്ലെ? സുഖമായി ഉറങ്ങാൻ പറ്റിയ സമയമാണ്. ഭർത്താവ് പള്ളിക്ക് പോവാൻ എണീക്കുമ്പോ, ഏയ് മനുഷ്യ, എത്രങ്ങാനും ദൂരം നടക്കണം, നിങ്ങൾ ഇവിടെ കിടന്നോളി, ഇവിടെ നിസ്കരിച്ചാലും പോരെ എന്ന് ചോദിക്കുന്ന ശൈത്താനാവരുത് നിങ്ങൾ.
അയാളെ വിളിച്ചുണർത്തി പള്ളിയിലേക്ക് പറഞ്ഞയക്കുന്ന പെണ്ണായി മാറണം. അതിന് നിങ്ങൾക്ക് സാധ്യമാണോ? എങ്കിലേ നമുക്ക് സ്വർഗം ലഭിക്കൂ. അന്ധനായ സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നബിയേ, ഞാൻ വീട്ടിൽ നിസ്കരിച്ചാ പോരെ? ലൈസ ഖായിദുൻ യഖുദുനി ഇലൽ മസ്ജിദ് യാ റസൂലല്ലാഹ്, പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഒരാളില്ല നബിയേ, ഞാൻ വീട്ടിൽ നിസ്കരിച്ചാ പോരെ? റഖസലഹു, ഇളവ് കൊടുത്തു. ഫലമ്മ വല്ല, തിരിഞ്ഞു പോയപ്പോൾ ദഅഹു, തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഹൽ തസ്മഉ നിദാ, ബാങ്ക് കേൾക്കാറുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, ബാങ്ക് ഞാൻ കേൾക്കാറുണ്ട്. ഖാല ഫഅജിബ്, നാ പള്ളിയിലെത്തണം. സുബഹിക്ക് എത്ര ആളുണ്ടാവും പള്ളിയിൽ? സുബഹിക്ക് വരാത്തവർ മുനാഫിക്കുകളാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൗകര്യമുണ്ട്, പള്ളി കത്തൂല, നമ്മുടെ ഭർത്താവ് മുനാഫിക്കാവരുത്. സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പോവാൻ നിർബന്ധമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, അവിടുത്തെ സ്വഹാബ വനിതകൾ, അവരെ 5 നേരവും പള്ളിയിൽ പോയവരാണ്. യാതൊരു നിർബന്ധവുമില്ല. വീട്ടിൽ നിന്ന് നമസ്കരിച്ചാലും മതി, പോകാം. നമുക്ക് കിട്ടേണ്ട 27 ഇരട്ടി പ്രതിഫലം. പണ്ഡിതന്മാരോട് ചോദിക്കും, നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാൽ, പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചാൽ എത്ര കൂലിട്ടും? അതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം പള്ളി നിസ്കരിച്ചാൽ കിട്ടും. അതുകൊണ്ട് വീടിനടുത്ത് പള്ളിയുണ്ട്, പോയി നിസ്കരിക്കുക. മാന്യമായി ഷോപ്പിങ്ങിന് പോണില്ലേ, മാന്യമായി അങ്ങാടിക്ക് ഇറങ്ങുന്നില്ലേ, റോഡിലേക്ക് ഇറങ്ങുന്നില്ലേ, യാത്ര ചെയ്യുന്നില്ലേ, അതൊക്കെ ഉപേക്ഷിച്ചാലും ഇബാദത്തിന് വേണ്ടിയിട്ടാണ് ഒരു പെണ്ണ് പുറത്തിറങ്ങേണ്ടത്. അതുകൊണ്ട് സൗകര്യമുള്ളവർ അവിടെ പോയി ഭർത്താവിന്റെ കൂടെ, ഉമ്മാന്റെ കൂടെ, ജേട്ടത്തിന്റെ കൂടെ, അനുജത്തിന്റെ കൂടെ, മക്കളുടെ കൂടെ പള്ളിയിൽ പോവുക. ഒരു പ്രശ്നമില്ല. കൂടെ ചെന്ന് നിസ്കരിച്ച് തിരിച്ചു പോരുക. അവർക്ക് പ്രത്യേക സൗകര്യമുണ്ട്. അള്ളാഹിനോട് ആത്മാർത്ഥമായി, പ്രാർത്ഥനക്കൊക്കെ ആത്മാർത്ഥത ഉണ്ടാവും, ആ വാക്ക് പിന്നെ ആവർത്തിക്കേണ്ടതില്ല. പ്രാർത്ഥിക്കുക, എന്റെ മക്കളെ റബ്ബേ, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ, അല്ലേ? എന്റെ മക്കളിൽ നിന്ന്, എന്റെ ഭാര്യമാരിൽ നിന്ന് കൺകുളിർമ തരണേ. കൺകുളിർമ, നമ്മുടെ മക്കളെ കണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു മോനില്ല എന്ന് പറയേണ്ട ദുർഗതി അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. മറിച്ച് ആ മക്കളിൽ നിന്ന് അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നാഥ, ഞങ്ങൾ രാവിലെ മുതൽ ഈ സമയം വരെ ഇവിടെ ഒരുമിച്ച് കൂടിയത് പടച്ചവനെ നിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ്, നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്, നിന്റെ ദീന് പഠിക്കാനാണ്. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിസ്കാരം നിലനിർത്തുന്ന, നോമ്പ് നിലനിർത്തുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഏറ്റവും നല്ല മുത്തക്കീങ്ങളാക്കി, മുക്മിനുകളാക്കി, മുക്മിനാത്തുകളാക്കി ഞങ്ങളെ നീ മാറ്റണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മക്കളെത്തുന്നു. പടച്ചവനെ, നീ തന്ന പരീക്ഷണമാണത്. മക്കളിൽ പരീക്ഷണമുണ്ടെന്ന് നീ ഓർമ്മപ്പെടുത്തി. നാഥ, ഞങ്ങളുടെ മക്കളെ പടച്ചവനെ ഒരു പരീക്ഷണമായി തന്നതാണെങ്കിലും നാഥ, ആ മക്കളിൽ ഞങ്ങൾക്കും ഈ നാട്ടുകാർക്കും കുടുംബങ്ങൾക്കും ഈ ഇരുലോകത്തും നന്മയുള്ള മക്കളാക്കി നീ മാറ്റണേ നാഥ. അല്ലാഹുവേ, ഭാര്യമാരിൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ പടച്ചവനെ, ഞങ്ങൾക്ക് നീ തന്ന ഇണയിൽ അവളെ നീ ശത്രുവാക്കി മാറ്റാതെ ഞങ്ങളെ മിത്രമാക്കി മാറ്റാനും, പടച്ചവനെ, അവളുടെ നാവിലൂടെ നാളെയുടെ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സും ഒരു രീതിയും ഒരു സാഹചര്യവും നീ ഉണ്ടാക്കി തരണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പടച്ചവനെ നീ പുറത്ത് മാപ്പാക്കി തരണേ നാഥ. അല്ലാഹുവേ, ഏത് സ്ഥലത്ത് വെച്ച് മരിച്ചാലും, എവിടെ വെച്ചാണ് മരിക്കാൻ ഞങ്ങൾക്കറിയില്ല, ഏത് സമയത്താണ് മരിക്കാൻ ഞങ്ങൾക്കറിയില്ല. ഏത് സമയത്ത് മരിച്ചാലും, ഏത് സ്ഥലത്ത് മരിച്ചാലും, ഏത് യാത്രയിൽ മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഈ നാട്ടിലെ പലർക്കും മറുനാട്ടിലെ പലർക്കും ഞങ്ങളുടെ കൈകളിലൂടെ സഹായം എത്തുന്നുണ്ട്. പടച്ചവനെ, അതാരും അറിയുന്നില്ല, ആരും കാണാനല്ല, ആരും ഞങ്ങളെ പ്രശംസിക്കാനല്ല, പത്രത്തിൽ ഫോട്ടോ വരാനല്ല. അങ്ങനെ സഹായം കൊടുക്കുന്ന ഒരുപാട് മുഖങ്ങൾ ഈ സദസ്സിലുണ്ട്. പടച്ചവനെ, ഞങ്ങളുടെ സഹായം നിന്റെ കൂലി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്. അത് നീ കബൂൽ ചെയ്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. കഅബ നിർമ്മിക്കാൻ നീയാണ് പറഞ്ഞത് ഇബ്രാഹിം നബിയോട്, ഇസ്മായിൽ നബിയോട്, അല്ലേ, അലൈഹിസ്സലാത്തു വസ്സലാം. അവരോട് നീയാണ് പറഞ്ഞത്. പക്ഷേ പണി നടന്നുകൊണ്ടിരിക്കുന്നിടയിൽ അവർ നിന്നോട് പ്രാർത്ഥിച്ചു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ നാഥ, ഇത് സ്വീകരിക്കണേ. ഒരു അമല് ചെയ്യുമ്പോൾ, ഒരു പുണ്യകർമ്മം ചെയ്യുമ്പോൾ, ഒരു നല്ല വാക്ക് പറയുമ്പോൾ, ഒരു സുഹൃതം പ്രവർത്തിക്കുമ്പോൾ ഈ പ്രാർത്ഥന മറക്കാത്ത വിശ്വാസികളാക്കി ഞങ്ങളെ നീ മാറ്റി തരണമേ നാഥ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിച്ചാൽ സ്വർഗ്ഗപ്രവേശനം ലഭിക്കുമെങ്കിൽ പടച്ചവനെ, ഈ സമയത്തൊക്കെ ആദർശത്തിന് വേണ്ടി ഓടി നടന്ന് മരിക്കാൻ നേരത്ത് അതിൽ നിന്ന് തെറ്റിച്ചു പോകുന്ന, തെറ്റിപ്പിച്ച് കളയുന്ന ദൗർഭാഗ്യവന്മാരിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും മരണസമയത്ത് ഉച്ചയിസ്തരം മനസ്സിൽ തട്ടിക്കൊണ്ട് പറയാൻ സാധിക്കുന്ന വിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യണേ നാഥ.
അല്ലാഹുവേ, ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി, കുടുംബജീവിതത്തിൽ അങ്ങനെ വ്യത്യസ്ത തട്ടുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവിടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണേ നാഥ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.